ക്വാളിറ്റി ഉള്ള ഒരു താറാണ്. അതും നിങ്ങൾക്ക് മാക്സിമം വില കുറച്ചെടുക്കാൻ പറ്റുന്ന 2018 വന്ന വണ്ടി. ഈ കിലോമീറ്റർ പക്കയല്ലേ? കറക്റ്റ് കിലോമീറ്റർ 58,000 കിലോമീറ്റർ. ഇപ്പോൾ ജസ്റ്റ് സർവീസ് ആയിട്ട് ഒരു മാസമായിട്ടാണെന്ന് തോന്നുന്നു. ഇന്ത്യയിലൊക്കെ നോക്കിയാൽ നിങ്ങൾ 87,000 കിലോമീറ്റർ. അത് ന്യൂ ഷേപ്പ് വണ്ടിയാ അല്ലേ? ന്യൂ ഷേപ്പ് വണ്ടിയാണ്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി കേട്ടോ. 87,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഒരു അപാധയില്ലല്ലോ? ഒന്നുമില്ല. ഒറിജിനൽ ഗ്ലാസ്, ഡോർ, ഓണിറ്റ്, ഡിക്കി എല്ലാം ഒറിജിനൽ. വണ്ടി 19 മോഡൽ ഉണ്ട്. വണ്ടിന്റെ ഇന്റീരിയൽ ബാക്കി കാര്യങ്ങൾക്ക് 2023 വരെ ഉണ്ട്. അത്രയും ക്വാളിറ്റി അല്ലേ? അത്രയും ക്വാളിറ്റി വണ്ടിയാണ്. ഇന്റീരിയൽ ഇത് നമുക്ക് ഒരു 6,20 കൊടുക്കാം. 6,20 കൊടുക്കാം. 17 വീഡിയോ. അതെ, അടിപൊളി. അതെന്തായാലും മോശമില്ലാത്ത പ്രൈസ് തന്നെ അല്ലേ? ഇത് നമുക്ക് 13,90 കൊടുക്കാം. 13,90 KL 11 രജിസ്ട്രേഷൻ. അതെ, പേപ്പറാക്കിയ വണ്ടി. 13,90 ന്യൂ ഷേപ്പ് E250 വേണേ നിങ്ങൾ നോക്കിക്കോളൂ. ഇത് നമുക്ക് 13 ലക്ഷത്തിന് കൊടുക്കാം. 13 ലക്ഷത്തിന്. നമ്മൾ നമ്മുടെ റോഡ് മാസ്റ്റർ ചാനലിൽ ഇതുവരെ വീഡിയോയിൽ കാണിക്കാത്ത ഒരു ഷോറൂം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അതായത് നല്ല ബഡ്ജറ്റിൽ നിങ്ങളൊരു യൂസ് കാർ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതും ഒരു റീവണ്ടി, ഏറ്റവും കൂടുതൽ ടൊയോട്ട, ഏറ്റവും കൂടുതലല്ല ഉള്ളത്, എല്ലാം ടൊയോട്ടയുടെ വണ്ടികൾ തന്നെയാണ്. പിന്നെ എല്ലാം റീവണ്ടികളുമാണ്. അപ്പോൾ ഈ റീവണ്ടി ആകുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം വില കുറച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ഇപ്പോൾ ആയാലും കേരളം ആയാലും എല്ലാം സാധനങ്ങളൊക്കെ സെയിം ആണ്. ഇപ്പോൾ കേരളത്തിൽ ഇറങ്ങിയ വണ്ടി, ഡൽഹിയിൽ ഇറങ്ങിയ വണ്ടി എല്ലാം സെയിം ആണ്. പിന്നെ വണ്ടിയുടെ ക്വാളിറ്റി നല്ലതാണെങ്കിൽ അത് നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെങ്കിലും എടുക്കാം. പക്ഷേ പുറത്തുനിന്ന് വരുന്ന വണ്ടി എടുക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം വില കുറച്ച് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ TKC യൂസ്ഡ് കാർസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്. ഈ ഒരു ഷോറൂമിൻ്റെ സംഭവം നമ്മൾ ഇതുവരെ ചെയ്തില്ല, ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് വീഡിയോ എന്നുകൊണ്ടാൽ നമുക്ക് മാക്സിമം വിലയൊക്കെ കുറച്ചിട്ട് ഒരു ബഡ്ജറ്റ് പ്രൈസിലുള്ള കുറച്ചധികം വണ്ടികൾ കാണിച്ചു തരാം. ക്വാളിറ്റി, അതായത് ഈ ടൊയോട്ടയുടെ ഇന്നോവ ആണെങ്കിലും ഫോർച്യൂണർ ആണെങ്കിലും എല്ലാ വേരിയൻസും ഉണ്ട്. ഏറ്റവും ബേസ് മോഡൽ മുതൽ ഏറ്റവും ടോപ്പ് എൻഡ് വരെ ഉണ്ട്. ഓട്ടോമാറ്റിക് മാനുവൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് നരിക്കുനി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആ കറക്റ്റ് സ്ഥലം മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുന്നമംഗലത്ത് നിന്നും ഏകദേശം ഒരു 5 കിലോമീറ്ററൊക്കെയാണ് ഇവരുടെ ലൊക്കേഷനിലേക്കുള്ളൂ. കൊടുവള്ളിയിൽ നിന്നാണെങ്കിൽ ഏകദേശം സെയിം ആണ് കേട്ടോ. അപ്പോൾ ടൗണിൽ തന്നെയാണ്. കോഴിക്കോട് ടൗണിൽ നിന്നാണെങ്കിൽ 12 കിലോമീറ്ററാണ് എക്സാക്ട് ലൊക്കേഷനിലേക്ക് വരുന്നത്. ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജൊക്കെ ടാഗ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെ ഈ ഒരു ഫീൽഡിലുള്ള ആൾക്കാരാണ്. ഞാൻ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. കുറച്ചധികം വണ്ടികൾ നിങ്ങളെ കാണിക്കാണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചാൽ അതിൻ്റെ ഒപ്പം തന്നെ ഇവരുടെ കംപ്ലീറ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ശ്രദ്ധിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത് അല്ലേ? അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുറേ വണ്ടികളുണ്ട് പറഞ്ഞപ്പോൾ ഒന്ന് കണ്ടിട്ട് പോകാന്നോർത്ത് വന്നാൽ, അതായത് നമ്മുടെ വീഡിയോയിലൊക്കെ കാണിക്കുമ്പോഴേ നമുക്ക് മാക്സിമം നമ്മുടെ ആൾക്കാർക്കൊക്കെ മാക്സിമം ബഡ്ജറ്റ് പ്രൈസിൽ അടിപൊളി പ്രൈസിൽ കൊടുക്കാൻ പറ്റുന്ന വണ്ടി. നിങ്ങളുടെ ഫസ്റ്റ് ആയതുകൊണ്ട് ഓഫർ പ്രൈസ് തന്നെ ആയിക്കോട്ടെ. പിന്നെ വേറൊരു കേസ് കൂടി ഉണ്ട്. ഇപ്പോൾ പെരുന്നാളൊക്കെയാണ് വരുന്നത്. അതുകൊണ്ടാണ് പെരുന്നാൾ ഒരാഴ്ച മുമ്പായിട്ട് വീഡിയോ എടുക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് നോക്കിക്കോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒരിക്കലും മിസ് ചെയ്താൽ നഷ്ടം വരും. കാരണം ഒരുപാട് വണ്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി വണ്ടികളാണ് കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ക്രിസ്റ്റൻ തുടങ്ങിയാലോ? അതെ. ഇതിപ്പോൾ ഏതാ മോഡലൊക്കെ? ഇത് 2017 G4 ഓട്ടോമാറ്റിക്. G4 ഓട്ടോമാറ്റിക് ആണ്. 1.34 കമ്പനി സർവീസ്, റീപ്ലേസ് ഒന്നുമില്ല. ഈ G4 ഓട്ടോമാറ്റിക് 17 1.34 എന്നൊക്കെ പറഞ്ഞാൽ ജെന്യൂൻ ആണോ? കിലോമീറ്റർ കറക്റ്റ് ഒരു മാസം മുമ്പ് സർവീസ് ചെയ്തതാണല്ലേ? നമ്മുടെ ഒരു വണ്ടിയിൽ പോലും കിലോമീറ്ററിൽ കറക്റ്റ് പറയുന്ന കിലോമീറ്റർ കറക്റ്റ് ആയിരിക്കും. അതെ, അത് നമുക്ക് ജെന്യൂൻ കിലോമീറ്റർ കറക്റ്റ് ആയിരിക്കും. പറയുന്ന കാര്യം കറക്റ്റ് ആയിരിക്കും. ഹിസ്റ്ററി ഒക്കെ ഉണ്ടോ? ഹിസ്റ്ററി ഉണ്ട്. എല്ലാ വണ്ടി ഹിസ്റ്ററി ഉണ്ട്. ഒരു 20 വണ്ടിയുണ്ട്. 20 വണ്ടിക്കും ഹിസ്റ്ററിയുള്ള വണ്ടികളാണ്. ഹിസ്റ്ററില്ലാത്ത വണ്ടി എടുക്കില്ല അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഇത് നോക്കിക്കോളൂ. നല്ല നീറ്റ് വണ്ടിയാണ്. ഇതിൽ എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നും റീപ്ലേസ് ഇല്ല. ഒന്നുമില്ല അല്ലേ? നല്ല ക്ലീൻ ലുക്കിൽ തന്നെയാണുള്ളത്. അതെ. അപാകതകളും വേറൊന്നും പറയാനില്ല അല്ലേ? ഒന്നും പറയാനില്ല ഇതിന്. ഓക്കെ. ഇതിപ്പോ നിലവിൽ HR ആണുള്ളത്. HR രജിസ്ട്രേഷൻ. നമ്മളിപ്പോ ഏത് കേരളത്തിലെ എവിടേക്ക് വേണമെങ്കിലും NOC എടുത്ത് കൊടുക്കാം. ഇതിപ്പോ നമുക്ക് എന്താ വില വരുന്നത്? ഇത് നമുക്ക് 13 ലക്ഷത്തിന് കൊടുക്കാം. 13 ലക്ഷത്തിന്? അതെ. NOC 13 കൊടുക്കാം. NOC എവിടെ വാങ്ങി NOC എടുത്ത് കൊടുക്കാം. അപ്പൊ പേപ്പർ ആക്കുമ്പോ ഒരു 100 രൂപ കൂടി വരില്ലേ? പുതിയ ഇൻഷൂർ കഴിഞ്ഞ ആഴ്ച എടുത്തിട്ടുള്ളൂ. പേപ്പർ എടുക്കാൻ 1.40 1.45 വരുന്നുള്ളൂ. പേപ്പർ ആക്കാൻ. ഓക്കെ. ഒരു 1.50. 14 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഇവിടെ പേപ്പർ ആക്കി കൊടുക്കാം. NOC 13 ലക്ഷം രൂപ. അത് നെഗോഷ്യബിൾ ആവുമോ? അല്ല, അത് മാക്സിമം. പിന്നെ കസ്റ്റമർ വന്നിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും കുറയും. അതെ അതെ. ഓക്കെ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കാനുള്ളത് ഒരു വെള്ള വണ്ടിയാണ്. വെള്ളയും ക്രിസ്റ്റൻ തന്നെയാണ്. ഇതേതാ മോഡൽ? ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. 2016 G മാനുവല്, 97,000 കിലോമീറ്റർ, കമ്പനി സർവീസുള്ള വണ്ടിയാണ്. റീപ്ലേസും കാര്യമൊന്നുമില്ല. ഒറിജിനൽ ഗ്ലാസ്, ഡോറ്, ബോണറ്റ്, ഡിക്കി എല്ലാം ഒറിജിനൽ. കേരള വണ്ടി ആകുമ്പോൾ എല്ലാവർക്കും ഒരു ധൈര്യമാണ്. അതെ, ഒറിജിനൽ കേരള വണ്ടിയാണ്. അതെ. KL 58G 456 എന്ന നമ്പറും ഉണ്ട്. എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? ഒരു റീപ്ലേസ് ഒന്നുമില്ല അല്ലേ? ഇല്ല. പിന്നെ ഒരു മൈന്യൂട്ട് സംഭവങ്ങൾ പോലും ഇല്ല. ഒന്നുമില്ല. ഇത് ഫുള്ള് കമ്പനി സർവീസുള്ള, എല്ലാം കമ്പനി സർവീസാണ്. ഇതിപ്പോ എത്ര കിലോമീറ്റർ നിങ്ങൾ പറഞ്ഞു? ഇത് 97,000. കറക്റ്റ് ആണ്. കറക്റ്റ് സർവീസുള്ള. ഓക്കെ. അപ്പോൾ എന്തായാലും കേരള വണ്ടിയാണ്. 2017 അല്ലേ പറഞ്ഞത്? 2016 G മാനുവൽ. 16 G മാനുവൽ അല്ലേ? വിലയോ? വില 14,90 കൊടുക്കാം. അത് 14,90,000 ഫൈനൽ പ്രൈസ് ആണോ അതോ ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാം? അതെ. ഓക്കെ. 14,90,000 രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു
കേരള വണ്ടി ക്രിസ്റ്റ എടുക്കാം കേട്ടോ. അതും വെള്ള കളറാണ്. 7 സീറ്റും ആണ്. 7 സീറ്റും ആണ്. അതെ. പിന്നെ വേണമെങ്കിൽ ടാക്സി ഒക്കെ ആക്കുവാണെങ്കിൽ ആക്കുകയും ചെയ്യാം അല്ലേ? പ്രശ്നമില്ല. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ചെയ്യാനൊക്കെ? ഒരു പ്രശ്നമില്ല. അതെ. ഇനി ഒരു സാധാ ഇന്നോവയും കൂടി കാണിച്ചാൽ ഇതാണെങ്കിലോ? ഇത് 2015 നവംബർ. 15 നവംബർ. ഇത് ഏതാ വേരിയന്റ്? വി ആണ്. 1,14,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. 1,14 അല്ലേ? കമ്പനി സർവീസ് ഉള്ള വണ്ടി. നല്ല നീറ്റ് ആണല്ലോ. 2 മാസം വരെ സർവീസ് ഉള്ള വണ്ടിയാണ്. അതെ അല്ലേ? അതെ. പിന്നെ നമ്മളിപ്പോ ഈ വണ്ടികളുടെ ഒന്ന് ഇന്റർകൂളർ ആണ്. ഇന്റർകൂളർ വണ്ടിയാണ്. അതെ അല്ലേ? അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അത് UP ആണ്. വേറെ കാണിച്ചു വിട്ടെ. നമ്മളിപ്പോ ഈ വണ്ടികളുടെ ഒന്നും ഇന്റീരിയർ ഒന്നും കാണിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഒക്കെ അയച്ചു കൊടുക്കൂലേ? പിന്നെ വാട്സാപ്പിൽ വന്നാൽ മതി. അതെ. പിന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിന്റെ പേജൊക്കെ ഞാൻ വെക്കുന്നുണ്ട്. അപ്പൊ അത് നോക്കണേ നോക്കിക്കോട്ടെ അല്ലേ? അതെ അതെ. TKC യൂസ്ഡ് കാർ ഓണറുണ്ട്. അതെ അല്ലേ? അതെ. ഇതിപ്പോ 15 അല്ല പറഞ്ഞേ? 2015 നവംബർ. കിലോമീറ്റർ പറഞ്ഞേ? 1,14,000 കിലോമീറ്റർ. 1,14 എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഏറ്റവും ലോ ആണ്. അതെ അല്ലേ? ഇന്നോവ ഏറ്റവും ലോ കിലോമീറ്റർ ആണ്. അത് കറക്റ്റ് ആണോ? കിലോമീറ്റർ കറക്റ്റ് ആണ്. 14 1,15 ചിലപ്പോൾ ഓടിയിട്ട് അല്ലാണ്ട് കിലോമീറ്റർ കറക്റ്റ് ആണ്. അപ്പൊ അതൊന്നുമില്ല. എല്ലാത്തിനും ഹിസ്റ്ററി നമ്മളെ കയ്യിലുണ്ട്. ചില ഹിസ്റ്ററി നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട്. ഓക്കെ. ഇപ്പൊ എന്ത് വിലക്ക് കൊടുക്കാം നമുക്ക്? ഇത് നമുക്കൊരു 9:30. 9:30 പേപ്പർ ആക്കിയിട്ടാണോ? അല്ല, NOC വി ആണല്ലോ വണ്ടി. ഇന്റർകൂളർ ആണ്. വി ആണ്. സിംഗിൾ ഓണർ. റേറ്റ് കുറയാണ്ടാവോ? റേറ്റ് കാര്യമായി കുറയാൻ. എന്നാലും കസ്റ്റമർ വരുമ്പോൾ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് വണ്ടിയുടെ ക്വാളിറ്റി തന്നെയാണ്. അതെ, ക്വാളിറ്റി. എല്ലാത്തിനും ക്വാളിറ്റിയാണ് കാര്യമായി പറയാനുള്ളത്. അതെ. ഒരാൾക്ക് ഒരു പണി പോലും എടുക്കേണ്ടി വരില്ല. ഉറപ്പാണ്. അതെ അതെ അതെ. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഫോർച്യൂണർ കാണിച്ചു തരാം. ഫോർച്യൂണർ ഏതാ മോഡല്? ഇത് 2012 ആണ്. 4x4 മാനുവൽ. 4x4 മാനുവൽ. അതെ. ഓക്കെ. അന്നത്തെ എന്താ പറയാ ഒരു വെടിച്ചില് സാധനം അല്ലേ? അതെ അതെ അതെ. ഇത് ഈ 4x4 മാനുവൽ എന്ന് പറയുമ്പോൾ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഇത് 2.5 ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്നത്. 2.5 അല്ലേ? ഈ ഫോർച്യൂണറിനെ അപേക്ഷിച്ച് 2.5 എന്നൊരു വിഷയമേ അല്ല. 4x4 ആണ്. മാനുവൽ ആണ്. അപ്പൊ അതിന് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഒരു റീപ്ലേസ് വരല്ല. ഫ്രണ്ട് ഗ്ലാസ് വരെ റീപ്ലേസ് ഇല്ല. ഒന്നുമില്ല അല്ലേ? ഇല്ലല്ല. ഓക്കെ. വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഹെഡ്ലൈറ്റ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യാനുണ്ടല്ലേ? ഒന്ന് പോളിഷ് ചെയ്യാണ്ട്. ഇത് വണ്ടി മെനയാന്ന് വന്നിട്ടേ ഉള്ളൂ. അതെ അല്ലേ? അതുകൊണ്ട് പോളിഷ് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. ഇത് റീ ആയതല്ലേ? അതെ, അറിയാതുണ്ട്. റീ ആയതാണ്. അതെ അതെ. അപ്പൊ നിലവില് 2012 മോഡൽ അല്ലേ? 12 4x4 മാനുവൽ. ഓഫ് റോഡ് പറ്റിയ സാധനം. ഇത് 4x2 മാനുവൽ വേറെ കയ്യിലുണ്ട് കേട്ടോ. 4x2 മാനുവൽ ഉണ്ട്. അത് കയ്യിലുണ്ട്. പിന്നെ 2018 ഫോർച്യൂണർ വേറെ ഉണ്ട്. സിൽവറും ഉണ്ട്, വൈറ്റും ഉണ്ട്. നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റുമോ? അത് നമ്മളിപ്പം കാട്ടാം. ഓക്കെ. വേറെ വീട്ടിൽ വെച്ചു. അവിടെ സൗകര്യം കുറവായ 2 വീട്ടിൽ വെച്ചിട്ടാണ്. ഓക്കെ. അത് നമുക്ക് എന്തായാലും കാണിച്ചു കൊടുക്കാം അല്ലേ? പിന്നെ ഞാൻ കാണിച്ചു വിട്ടെ. ഇതെല്ലാവരും ചോദിക്കുമ്പോൾ ഈ ഷോറൂം ഒന്നും ഇല്ല. അപ്പൊ എന്തായാലും ഈ സ്റ്റാഫില്ല, വാടകയില്ല, ഒന്നുമില്ല. മാക്സിമം കുറച്ച് കൊടുക്കാൻ കഴിയും. കുറച്ച് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഇത് ശരിക്കും കുറെ വർഷമായി ഞങ്ങളിവിടെ ഫീൽഡിൽ. ഞങ്ങളൊരു 8 വർഷം പോലെ. 8 വർഷത്തോളമായി. കോഴിക്കോട് ഞങ്ങൾ ഫസ്റ്റ് തുടങ്ങി. റീവണ്ടികൾ തുടങ്ങി. നിങ്ങളൊക്കെയാണ്? ഞാൻ ബാബാന്ന് എന്റെ പാർട്ണർ തന്നെയാണ് തുടങ്ങിയത് അല്ലേ? ഫസ്റ്റ് തുടങ്ങിയത്. അടിപൊളി. അപ്പൊ എന്തായാലും ഇതിപ്പോ നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം ഫോർച്യൂണർ? ഇത് നമുക്ക് ഒരു 9:20 കൊടുക്കാം. NOC അല്ലല്ലോ? നമ്പർ ആയതാണല്ലോ. നമ്പർ ആയതാണല്ലോ. 12 മോഡലാന്ന് ആലോചിക്കണം. 12 4x4 മാനുവൽ. 4x4 മാനുവൽ ആണ്. നിങ്ങൾക്ക് 9:20 കൊടുക്കാം. അതും ഈ ഷേപ്പിലുള്ള വണ്ടി അല്ലേ? അതെ 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 അതെ. ഓക്കെ. അത് നല്ല പ്രൈസ് ആട്ടോ. കൂടുതലൊന്നും പറയുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും നല്ല വൃത്തിയുള്ള ക്വാളിറ്റിയുള്ള വണ്ടി. അതുപോലെ തന്നെ അവിടെ ഒരു ഫുൾ ഓപ്ഷൻ ക്രിസ്റ്റ ഉണ്ടല്ലോ. അതെ. ഇത് 2016 Z മാനുവൽ അല്ലേ? അതെ. അത്യാവശ്യം നല്ല നീറ്റാണ്ടോ വണ്ടി. ഈ Z മാനുവൽ എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും വരും. ഇത് എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? അല്ല, ഒന്നുമില്ല. അപ്പോൾ അത് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഒന്നും പറയാനില്ല. കിലോമീറ്ററോ? കിലോമീറ്റർ 1.42. 1.42. അതെ. ശരിക്കും 1.42 കോടിയുള്ളൂ. അതെ, അത്ര ഉണ്ടാവും. വളരെ ലോ കിലോമീറ്റർ അല്ലേ? അതെ അതെ. മോഡൽ ഏതായിരുന്നു? 2016 Z മാനുവൽ. 16 Z മാനുവൽ. ഈ ക്രിസ്റ്റയുടെ ഫസ്റ്റ് വണ്ടി അല്ലേ? അതെ അതെ അതെ. ഇത് നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് 15.50 കൊടുക്കാം. 15.5 ലക്ഷം രൂപ അല്ലേ? അതെ. അടിപൊളി. 15.5 ലക്ഷം രൂപയ്ക്ക് അതും പേപ്പർ ആയതാട്ടോ. അതെ. പേപ്പറായ Z മാനുവൽ വണ്ടി എടുക്കാം. പിന്നെ ഇനി ഇതാണെങ്കിലോ? ഇത് 2019 ഡിസംബർ 31, 2020 തന്നെ പറയാം. 20 തന്നെ പറയാം അല്ലേ? G ഓട്ടോമാറ്റിക് ആണ്. 1,18,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ. റീപ്ലേസും കാര്യമൊന്നുമില്ല. കമ്പനി സർവീസ് ഉള്ള വണ്ടി. പിന്നെ ഒറിജിനൽ ഗ്ലാസ്, ഡോറ്, ബോണ്ട്, ഡിക്കി എല്ലാം ഒറിജിനൽ. ഇപ്പൊ നിലവിൽ HR അല്ലേ? അതെ. 19 ലാസ്റ്റ് ഡിസംബർ എന്ന് പറയുമ്പോൾ 20 വണ്ടി തന്നെ. അതെ. പക്ഷെ പേപ്പറിൽ 19 ഉള്ളൂ. അതെ, പേപ്പറിൽ 19 ഉള്ളൂ. ഇത് 16.4. NOC 16.4 കൊടുക്കുക. ഓക്കെ. അപ്പോൾ പേപ്പർ ആക്കുമ്പോൾ എന്ത് വരും? പേപ്പർ ആക്കാൻ ഒരു 1.75 പേപ്പർ ആക്കാൻ വരും. ഏകദേശം ഒരു 18 ലക്ഷം റുപ്യ നമ്മൾ പേപ്പറാക്കി ഇവിടെ ഇറക്കുമ്പോൾ വില വരും. അതിൽ കുറയോ? ഇല്ല, പുതിയ ഇൻഷുറൻസ് ആണ്. 16.4 ലക്ഷം രൂപ ഫൈനൽ പ്രൈസ്. അതെ അതെ അതെ. അത് നിങ്ങൾ എന്തെങ്കിലും നോക്കി മാറ്റം വരുന്ന പ്രശ്നം. ഓക്കെ. അപ്പോൾ നോക്കിക്കോളൂ. 19 വണ്ടി, ലാസ്റ്റ് വണ്ടി 16.4 ലക്ഷം രൂപയ്ക്ക് അല്ലേ? അതെ അതെ അതെ. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്രിസ്റ്റയും കൂടി കിടക്കുന്നുണ്ട്. ഇതാണെങ്കിലോ? ഇത് 2019 Z ഓട്ടോമാറ്റിക്.
വെറും 82,000 കിലോമീറ്റർ. അത്ര ഓടിയുള്ളൂ? അതെ, കമ്പനി സർവീസുള്ള വണ്ടി. 19 സെറ്റ് ഓട്ടോമാറ്റിക് 82,000. വെറും 82,000 കിലോമീറ്റർ, ഫുള്ള് കമ്പനി സർവീസുള്ള വണ്ടി. സിംഗിൾ ഓണർ, റീപ്ലേസും കാര്യമൊന്നുമില്ല. ഒറിജിനൽ ഗ്ലാസ്, ഡോറ്, ബോണറ്റ്, ഡിക്കി എല്ലാം ഒറിജിനൽ അല്ലേ? അതെ, ഫുള്ള് കമ്പനി സർവീസുള്ള വണ്ടി. ഇതിന്റെ ബാക്കി കാര്യം പറയുന്നതിന് മുമ്പ് ഇവിടെ അടിപൊളി ഒരു സംഭവം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് കിണറാണ്. കിണറിലൊക്കെ ടയറിന്റെ ഒരു സെറ്റപ്പിൽ അല്ലേ? അതെ അതെ അതെ. അതായത് വണ്ടി പ്രാന്തന്മാരായതുകൊണ്ട് പിന്നെ അങ്ങനെയും പറയാം അല്ലേ? പിന്നെ ഇതിപ്പോ വേറെ അപാകതകളൊന്നുമില്ല? ഒന്നുമില്ല. ക്ലീൻ വണ്ടി. ക്ലീൻ വണ്ടി. അതും സെഡ് ഓട്ടോമാറ്റിക് ആണ്. സെഡ് ഓട്ടോമാറ്റിക് അല്ലേ? സെഡ് ഓട്ടോമാറ്റിക്. സെഡ് ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ സെഡ് ഓട്ടോമാറ്റിക്കും ഉണ്ട്, മാനുവലും ഉണ്ട്. എല്ലാവിധ സാധനങ്ങളും നിലവിലൂടെ അവൈലബിൾ ആണ്. പിന്നെ വേറൊരു കേസ് കൂടി പറഞ്ഞുതരാം. മറ്റേതൊക്കെ വണ്ടികളൊക്കെ വല്ലാണ്ട് അടുപ്പിച്ചിട്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ ടയറൊന്നും കാണിക്കാതെ. ടയറെല്ലാം ഏകദേശം നല്ല കട്ട ടയർ തന്നെയാണ് അല്ലേ? ഇന്ത്യയിലൊന്നും കാണിക്കുകയാണെങ്കിൽ ഇതിൻ്റെയാ നല്ല ക്ലീൻ ആണോ വണ്ടി? ഫുൾ എല്ലാം ക്ലീൻ ആണ്. ഇതിനെ കാട്ടാൻ സൗകര്യമുള്ളതിനെ കൊണ്ടേ. അതെ അതെ അതെ, അതൊക്കെ നല്ല വൃത്തിയാട്ടോ. കമ്പനി വന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഒരു പോറൽ പോലും ഇല്ല. എല്ലാവിധ സംഗതികളും ഫീച്ചേഴ്സൊക്കെ ഫുൾ ഓപ്ഷൻ ആകുമ്പോൾ പിന്നെ കമ്പനി വരുമല്ലോ അല്ലേ? അതെ. ഓക്കെ, ഒന്നും മാറിയിട്ടില്ലല്ലോ അല്ലേ? ഒന്നും മാറിയില്ല. ആയിക്കോട്ടെ. ഇതിപ്പോൾ നമുക്ക് എന്താ വില? ഇത് 17,50 കൊടുക്കാം. 17.5 ലക്ഷം രൂപ. അതെ, 17,50,000 രൂപയ്ക്ക് NOC അല്ലേ? സെഡ് ഓട്ടോമാറ്റിക് 2019 സെഡ് ഓട്ടോമാറ്റിക് NOC അല്ലേ? 17 അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 18-19 3ന്റെ 2.25 NOC ടാക്സ് ഉണ്ടാവും. ഇത് 2 സംതിങ് വരും അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കിക്കോളൂ. നല്ല വൃത്തിയുള്ള ക്വാളിറ്റിയുള്ള അടിപൊളി വണ്ടിയാണ്. ഈ പ്രൈസുകളൊക്കെ മാക്സിമം നിങ്ങൾ കുറയ്ക്കണം കേട്ടോ. അതെ അതെ, നോക്കുക കുറയ്ക്കാനുള്ള മാക്സിമം കുറച്ച്. അതെ അതെ. ഇപ്പം നമുക്ക് ഒരു ക്രിസ്റ്റ്യൻ കൂടി കാണിച്ചു കൊടുത്താലോ? അതെ, ഇതും ഫുൾ ഓപ്ഷനാ? അല്ല, ഇത് വി ആണ് ഏറ്റവും ഫുള്ളിന്റെ നേരെ താഴെ അല്ലേ? അതെ, 2017 വി മാനുവൽ അല്ലേ? അതെ, അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി കേട്ടോ, നല്ല വൃത്തിയുള്ള വണ്ടി. ഇതിപ്പോ കിലോമീറ്റർ ഒക്കെയോ? ഇത് 1.64 കമ്പനി സർവീസ് ഉള്ള വണ്ടി. നിലവിൽ HR രജിസ്ട്രേഷനിലാണ്. അതെ, വി ആണെങ്കിലും സെഡിന്റെ ഒക്കെ പോലെ തന്നെയാണ് ഉള്ളത് അല്ലേ? വ്യത്യാസമൊന്നും തോന്നൂല. അതെ, റീപ്ലേസ് ഇല്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. കിലോമീറ്റർ എത്ര നിങ്ങൾ പറഞ്ഞേ? 1.64. കറക്റ്റ് ഹിസ്റ്ററിയും കൊടുക്കാം. ഫുള്ള് സർവീസ് ഉള്ള വണ്ടി. അടിപൊളിയായിട്ട് നല്ല ക്ലീൻ വണ്ടിയാണ്. ഇത് നമുക്ക് എന്ത് പ്രൈസ് വരും? ഇത് 13,20 കൊടുക്കാം. 13,20 NOC വി ആട്ടോ വണ്ടി. വി ആണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 15,000 റുപ്യന്റെ ഉള്ളിൽ നമുക്ക് ഇറക്കാം അല്ലേ? അതെ, 15 ചോടെ ആവുള്ളൂ. 1.60 ടാക്സ് വരുള്ളൂ അല്ലേ? അത് കുറച്ച് മോഡൽ കുറവായതുകൊണ്ട്. അതെ അതെ. ഓക്കെ, എന്നാൽ നിങ്ങൾ നോക്കിക്കോളൂ. 14,80 വരും. അതെ. ഇനി ഈ വൈറ്റ് ആണെങ്കിലോ? ഇത് 2017 G ഓട്ടോമാറ്റിക്. 17 G ഓട്ടോമാറ്റിക്. 17 എന്താ പറയുക, G4 ഓട്ടോമാറ്റിക് എന്ന് പറയും. 1,44,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. കമ്പനി സർവീസ്, റീപ്ലേസും കാര്യമൊന്നുമില്ല. 1,44,000. ഒറിജിനൽ ഗ്ലാസ്, ഡോറ്, ബോണറ്റ്, ഡിക്കി എല്ലാം ഒറിജിനൽ അല്ലേ? വെള്ള വണ്ടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ ടാക്സിക്കാർക്കൊക്കെ പറ്റും അല്ലേ? അതെ അതെ അതെ. ഓട്ടോമാറ്റിക്കും ആണ്, സിംഗിൾ ഓണർ ആണ്, 7 സീറ്റ് ആണ്. വേറെ അപകടമൊന്നുമില്ല. അപകടമുള്ള വണ്ടിയേ ഇല്ല. അതിനങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അതെ അതെ അതെ. ഇത് ചെക്ക് ചെയ്യാം, കമ്പനി ചെക്ക് ചെയ്യാം, മെക്കാനിക്കൽ കൊണ്ടുവരാം, ഇവിടെ വന്ന് ചെക്ക് ചെയ്യാം, എന്തുവേണം ചെക്ക് ചെയ്യാം. എന്താ വില? ഇത് 13,90. 13,90. അതെ, അതായത് NOC 13,90. അത് നമുക്ക് റേറ്റ് കുറയുമല്ലോ അല്ലേ? ചെറിയ ഒരു മാറ്റം ചെയ്ത് കൊടുക്കാം. അതെ അതെ. ഓക്കെ, എന്തായാലും ഇത് നോക്കിക്കോളൂ. വൈറ്റ് വണ്ടിയാണ്, നല്ല ക്ലീൻ വണ്ടിയാണ്. 17 ഡിസംബർ വണ്ടി കേട്ടോ. 17 ഡിസംബർ വണ്ടി, ലാസ്റ്റ് വണ്ടി അല്ലേ? ലാസ്റ്റ് വണ്ടി. അടിപൊളി. ഇനി ഇതാ ഇവിടെ ഉള്ള ഒരു വണ്ടി കൂടെ കാണിച്ചത്. ഇത് സെഡ് ഓട്ടോമാറ്റിക് ലോ പ്രൈസിന് വേണ്ടിയവർക്ക് വാങ്ങാൻ പറ്റിയാണ്. 2016 സെഡ് ഓട്ടോമാറ്റിക് 1,22,000 കിലോമീറ്റർ. പഞ്ചാബ് അല്ലേ? ഫുള്ള് കമ്പനി സർവീസ്, സിംഗിൾ ഓണർ വണ്ടി, ഒറിജിനൽ ഗ്ലാസ്, ഡോറ്, ബോണറ്റ്, ഡിക്കി എല്ലാം ഒറിജിനൽ. ഒന്നും മാറ്റിയില്ല. ക്ലീൻ വണ്ടി, സെഡ് ഓട്ടോമാറ്റിക് ടോപ്പ് മോഡൽ വണ്ടി. മനസ്സിലാവില്ല, വേറെ അപാകതകളൊന്നുമില്ല. പിന്നെ കിലോമീറ്റർ 1.22 26. ശരിക്കും ഇതൊക്കെ ഈ നിങ്ങളിപ്പോൾ ഇവിടെയുള്ള മൊത്തം വണ്ടികളുടെയും കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അറ്റ ലോ കിലോമീറ്റർ അല്ലേ? ലോ കിലോമീറ്റർ ആണ്. ഇതിപ്പോ ജസ്റ്റ് ഇപ്പോൾ കോഴിക്കോട് സർവീസ് കഴിഞ്ഞിട്ടാണ് വണ്ടി. ഇവിടെ പേപ്പറൊക്കെ സെറ്റാണ്. സർവീസ് ചെയ്ത സർവീസ് ബുക്ക് കയ്യിലുണ്ട് അല്ലേ? ഓക്കെ, ഇതിപ്പോൾ നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് 13,40 കൊടുക്കാം. 13,40. സെഡ് ഓട്ടോമാറ്റിക് ആട്ടോ വണ്ടി. 16 മോഡൽ 13,40. അതും NOC അല്ലേ? അതെ. 1.5 ലക്ഷം രൂപ വീണ്ടും നമ്മൾ കാണണം. അതെ, രണ്ടിന്റെ അടുത്ത് സെഡ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. ഏകദേശം ഒരു 10-15 ലക്ഷം റുപ്യനുള്ളിൽ ഒരു വണ്ടി വേണമെങ്കിൽ ടോപ്പ് മോഡൽ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ മോഡൽ കുറവുണ്ട് എന്നേ. അതെ, നല്ല വണ്ടി ഉപയോഗിക്കാം. അതെ, നമ്മുടെ ഗ്ലാസ്, ഡോർ, ബോണ്ട് എല്ലാം ഒറിജിനൽ. നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കിക്കോളൂ. ഇത്രയും വണ്ടികൾ വേണ്ടവർ ഒന്ന് കോൺടാക്ട് ചെയ്ത് നമ്പർ വെച്ചിട്ടുണ്ട്, ഫുൾ ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ശ്രദ്ധിക്കപ്പോൾ എന്തായാലും നമുക്ക് വേറെ കുറച്ച് വണ്ടികൾ കൂടി അങ്ങോട്ട് കാണിച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാം അല്ലേ? അതെ അതെ അതെ. അപ്പോൾ അടിപൊളി ഒരു ഫോർച്യൂണർ കാണിച്ചു. ഫോർച്യൂണർ ഏതാ മോഡൽ? ഫോർച്യൂണർ 2018 2 വീൽ ഓട്ടോമാറ്റിക്, 87,000 കിലോമീറ്റർ. അത് ന്യൂ ഷേപ്പ് വണ്ടിയാ അല്ലേ? ന്യൂ ഷേപ്പ് വണ്ടിയാണ്, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി കേട്ടോ. 87,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഒരു അപാകതയില്ലല്ലോ? ഒന്നുമില്ല. ഒറിജിനൽ ഗ്ലാസ്, ഡോർ, ബോണറ്റ്, ഡിക്കി എല്ലാം ഒറിജിനൽ. ഹിസ്റ്ററിയും കൊടുക്കാം. ഹിസ്റ്ററി ഉണ്ട്.
അതായത് 18 വണ്ടി എന്ന് ആലോചിക്കണം ഈ ഷേപ്പിലെ ഫസ്റ്റ് വണ്ടി അല്ലേ? ഫസ്റ്റ് വണ്ടി റീപ്ലേസ് നല്ല വണ്ടി. ഈ 87 സിംഗിൾ ഓണർ വണ്ടി 87 സംതിങ് എന്നൊക്കെ പറയുമ്പോൾ വളരെ വളരെ ലോ കിലോമീറ്റർ അല്ലേ? വളരെ കിലോമീറ്റർ കുറവുള്ള വണ്ടിയാണ്. അതെ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 24,40 കൊടുക്കാം. 24,40 NOCയിൽ 24,40 കൊടുക്കാം. ഒരു 4 ലക്ഷം റുപ്യ വേണം പേപ്പർ ആക്കാൻ. ഇത് ഡൽഹി പ്രൈസ്, ഡൽഹിയിൽ ഈ പറഞ്ഞ റേറ്റ് കൊടുക്കേണ്ടി വരും. ഇവിടെ ആകുമ്പോൾ നമുക്ക് കമ്പനിയിൽ ചെക്ക് ചെയ്യാം, കമ്പനി കൊണ്ടുപോകാം, മെക്കാനിക്കൽ കൊണ്ടുവരാം, ഫുള്ള് എത്ര ടൈം എടുത്ത് അവർക്ക് ചെക്ക് ചെയ്ത് ഞാൻ വണ്ടി എടുക്കാം. ഓടിച്ചു നോക്കാനൊക്കെ അവസരം. അതെ, ഡൽഹിയിൽ വേറെ ഇതാണല്ലോ. ഡൽഹിയിലത്തെ എന്ന് പറയുന്നത് 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് അവരെ ആളുകൾ തന്നെ ചെക്ക് ചെയ്തിട്ട് അവർക്ക് കമ്മീഷൻ എടുത്ത് വേണം ഒന്നേ ശേഷം പ്രശ്നം അവർക്ക് പണി കിട്ടുകയും ചെയ്യും. പിന്നെ NOCക്കും അവര് എക്സ്ട്രാ പൈസ വാങ്ങും. പിന്നെ ലോൺ ഉണ്ടെങ്കിൽ ലോൺ കട്ട് ചെയ്യാൻ വേറെ പൈസ. നമ്മളെല്ലാം ഒരൊറ്റ റേറ്റ് 24,40 കൊടുക്കാം. ഇത് പേപ്പർ ആക്കാൻ എത്ര രൂപ വരും? പേപ്പർ ആക്കാൻ ഒരു 3.5 റേഞ്ച് വരും അല്ലേ? 27 ലക്ഷം റുപ്യനുള്ളിൽ അതെ നമുക്ക് ഇത് എടുത്തോണ്ട് പോവാം. 24,40 പ്ലസ് ടാക്സ്. ചെറിയൊരു ഏകദേശം ഒരു എമൗണ്ട് അല്ലേ? ഓക്കെ, നോക്കിക്കോട്ടെ. പക്ഷെ വണ്ടി നല്ല അടിപൊളി ലോ കിലോമീറ്റർ ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. മിസ് ചെയ്യണ്ട, HR ആണ്. അതുപോലെ തന്നെ ഒരു ക്രിസ്റ്റ്യൻ കൂടി കാണിച്ചത്. ഇതാണെങ്കിലോ ഇത് ഏറ്റവും കിലോമീറ്റർ കുറവുള്ള 41,000 കിലോമീറ്റർ ഉള്ളു. 2017 മാനുവൽ. 17G മാനുവൽ 40 സംതിങ് കറക്റ്റ് ആണല്ലോ? കറക്റ്റ് കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ഞാൻ ഇത് കറക്റ്റ് ആണോ ചോദിക്കാൻ നിങ്ങൾ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലോ. 40,000 കിലോമീറ്റർ കറക്റ്റ് സർവീസ് ചെയ്യുക. പ്രശ്നം ചെക്ക് ചെയ്യാലോ, ആൾക്കാർക്ക് സംശയം ഉണ്ടാവും. ഇതിപ്പോ 3,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് അടുത്ത സർവീസ് ഉള്ളത്, അതുകൊണ്ട് സർവീസ് ചെയ്യാത്തത്. അടിപൊളി. അപ്പൊ അതായത് ഇത്രയും ലോ കിലോമീറ്റർ വണ്ടി നമുക്ക് വേറെ ഒരെണ്ണം കിട്ടാൻ സാധ്യത കുറവാണ്. കസ്റ്റമർക്ക് പക്കാ കസ്റ്റമർ വേണ്ട ആളുകൾക്ക് നമുക്ക് ഹിസ്റ്ററി അയച്ചു കൊടുക്കാം, എടുത്തു കൊടുക്കാം. ഇത് ആവശ്യക്കാർ മാത്രമേ വിളിക്കാവുന്ന ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. 17G ആണ്. അതെ, 40 സംതിങ് ഓടിയിട്ടുള്ളൂ. കറക്റ്റ് ഹിസ്റ്ററി ഉണ്ട്. റീപ്ലേസ് ഇല്ലല്ലോ? റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് മാത്രം. ഫ്രണ്ട് ഗ്ലാസ് അതിന്റെ വണ്ടിക്ക് ഒരു എല്ലാത്തിനും റീപ്ലേസ് ഉള്ളതായിരിക്കുമല്ലോ. ഉണ്ടാവും അല്ലേ? പക്ഷെ നമ്മൾ ബാക്കി കാണിച്ചൊന്നും റീപ്ലേസ് ഇല്ല. പിന്നെ ഇത് പിന്നെ കിലോമീറ്റർ കുറവുള്ളതുകൊണ്ടും വണ്ടിന്റെ ക്വാളിറ്റി കൊണ്ടുമാണ് നമ്മൾ വണ്ടി എടുക്കാൻ കാരണം. ഒരു ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് നമ്മൾ നോക്കിയില്ല ഇതിന്റെ. ഓക്കെ, ഇതിപ്പോ നമുക്ക് 17G എന്ത് വിലക്ക് കൊടുക്കാം? 17G നമുക്ക് 13,40 കൊടുക്കാം. 13,40 NOCയിൽ. അതെ, ഇവിടെ നമുക്ക് 13,20 കൊടുക്കാം. പ്രശ്നമില്ല, കുഴപ്പമില്ല. ഇനി എന്തെങ്കിലും കുറേ കുറച്ചും കൂടി പോകും കസ്റ്റമർ വരട്ടെ. അതെ അതെ അതെ. അപ്പൊ നോക്കിക്കോളൂ, നിങ്ങൾ ആ പേപ്പർ ആക്കിയിട്ട് ഇവിടെ എടുക്കാനുള്ള എടുത്തോളൂ. പെരുന്നാളിന്റെ ഓഫർ പ്രൈസ് ആയിട്ടാണ് കൊടുക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള വണ്ടി, നല്ല വണ്ടി, അത്രയും വൃത്തിയുള്ള വണ്ടി. ഓക്കെ, അതുപോലെ തന്നെ ഒരു ക്രിസ്റ്റ്യൻ കൂടി കിടക്കുന്നുണ്ട്. ഇതാണെങ്കിലോ? ഇത് 2019 Z ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടി. 19 Z ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ. അതെ. ഓടിയത് 1,84,000. 1,84,000. അതെ, സിംഗിൾ ഓണർ വണ്ടിയാണ്, ഫുള്ള് കമ്പനി സർവീസ്. 19 മോഡൽ ഉണ്ടെന്ന് ആലോചിക്കണം അല്ലേ? വണ്ടി 19 മോഡൽ ഉണ്ട്. വണ്ടിന്റെ ഇന്റീരിയർ ബാക്കി കാര്യങ്ങൾക്ക് 2023 വരെ ഉണ്ട്. അത്രയും ക്വാളിറ്റി അല്ലേ? അത്രയും ക്വാളിറ്റി വണ്ടിയാണ്. ഇന്റീരിയർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കും. നമുക്ക് മഴയൊക്കെ വരുന്നത് പെട്ടെന്ന് പരിപാടി. കറക്റ്റ് ഫോട്ടോയും ഡീറ്റെയിൽസ് ഒക്കെ എല്ലാവർക്കും അയച്ചു കൊടുക്കാം. ഇതിപ്പോ 19 വണ്ടി Z ഓട്ടോമാറ്റിക് ടോപ്പ് മോഡൽ വണ്ടി. എന്ത് വിലയുണ്ട്? വേൾഡ് വൈറ്റ് വണ്ടി. ഇത് നമ്മൾ 17,10 കൊടുക്കാം. 17,10,000 രൂപ. അത് നെഗോഷ്യബിൾ ആവുമോ? ചെറിയൊരു മാറ്റമൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ, ചെയ്ത് കൊടുക്കാം അല്ലേ? നിങ്ങൾ വന്നിട്ട് വണ്ടി കണ്ട് സംസാരിക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് മാക്സിമം വില കുറച്ചിട്ട് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഈ വണ്ടി എടുത്തോണ്ട് പോകാം. അതുപോലെ തന്നെ അടുത്തായിട്ട് നമുക്ക് ഒരു ബ്രസ് കാണിച്ചു കൊടുത്താലോ? ബ്രസ് 2016 ആണ്. 2016 VDI 1,14,000 കിലോമീറ്റർ. ഇത് കേരള വണ്ടി തന്നെയാ? ഒറിജിനൽ കേരള വണ്ടി കേട്ടോ. ഓക്കെ, 17 VDI ആണ്. ഡീസലില് നല്ല മൈലേജ് കിട്ടുന്ന ഒരു നല്ല മൈലേജ്, 20 മൈലേജ് എന്ന് പറയാം. അതെ. റീപ്ലേസ് ഉണ്ടോ? ഒരു റീപ്ലേസ് ഇല്ല. ഒറിജിനൽ ഗ്ലാസ്, ഡോർ, ബോണ്ട്, ഡിക്കി എല്ലാം ഒറിജിനൽ. നല്ല നീറ്റ് വണ്ടി കേട്ടോ, നല്ല വൃത്തിയുള്ള വണ്ടി. ഇപ്പൊ അടുത്ത സർവീസ് കഴിഞ്ഞിട്ട് വണ്ടിയാണ്. അതെ അല്ലേ? ഇതിപ്പോ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് 1,14 ഓടിക്കുന്നത്. 1,14. അതെ, ഹിസ്റ്ററി കറക്റ്റാ? ഹിസ്റ്ററി കറക്റ്റ്. എന്ത് വില ഉണ്ടാവും? ഇത് നമുക്ക് ഒരു 6,20 കൊടുക്കാം. 6,20 കൊടുക്കാം. 17 VDI. അതെ, അടിപൊളി. അതെന്തായാലും മോശമില്ലാത്ത പ്രൈസ് തന്നെ അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു സ്വിഫ്റ്റിന്റെ വിലക്ക് ഇപ്പോൾ ഒരു ബ്രസയും കൊടുക്കാം. അതെ, 17 മോഡലാണ്. ഒരു റീപ്ലേസ് ഇല്ലാന്ന് ഉറപ്പല്ലേ? റീപ്ലേസ് ഒന്നുമില്ല. ഹിസ്റ്ററിയും കൊടുക്കാം. ഹിസ്റ്ററിയും കൊടുക്കാം. ഗ്യാരണ്ടിയോടെ കൊടുത്തുകൂടാ? അതെ. ഓക്കെ, എന്തായാലും നോക്കിയിട്ട് ഇത് 16,20 അല്ല 6,20,000 രൂപയ്ക്ക് കൊടുക്കാം. എന്തായാലും നഷ്ടമൊന്നുമില്ല. നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, അതുപോലെ തന്നെ ഒരു ഫോർച്യൂണർ കൂടി ഉണ്ടല്ലോ. ഇതാണെങ്കിലും ഫോർച്യൂണർ 2015 4x മാനുവൽ. 4x2 മാനുവൽ. അതെ, ഈ 15 മാനുവൽ വണ്ടി കാണൽ കുറവാണല്ലോ. അതെ, ഇത് ഒരുവിധം എല്ലാ വണ്ടികളും പിന്നെ 4 വീല് അല്ല 2 വീല് ഓട്ടോമാറ്റിക് ആയിരിക്കുമല്ലോ. ഇത് പിന്നെ വണ്ടിന്റെ ക്വാളിറ്റി കണ്ടിട്ട് അങ്ങനെ എടുത്താണ്, കുറച്ച് നീറ്റ്നസ് ഉള്ളത് കൊണ്ട്. 15 മോഡല് 2 വീൽ ഡ്രൈവ് മാനുവൽ അല്ലേ? ഓക്കെ, ഇത് ഓടിയതോ? ഇത് 1,72. അത്യാവശ്യം നോർമൽ ഓട്ടോ ഓടിയിട്ടുണ്ട് അല്ലേ? വലിയ കൂടുതലാണെന്ന് ഞാൻ പറയില്ല, കാരണം വണ്ടിയല്ലേ. അതെ അതെ. അപ്പൊ അത് ഉണ്ടോ? അപ്പൊ അത് ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇല്ലല്ല, നീറ്റ് വണ്ടി അല്ലേ? അതെ, കുഴപ്പമില്ല, നല്ല വണ്ടിയാണ്. ഓക്കെ, ഇത് നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് 11,50 കൊടുക്കാം. NOCയിൽ ഏകദേശം ഒരു 10-14 ലക്ഷം രൂപ. അല്ല, ഇതിന് 1,60 1,70 ടാക്സ് ആവും. അത്ര വരുള്ളൂ അല്ലേ?
എനിക്ക് തോന്നുന്നു 4x2 ആണല്ലോ, ഏതാ മാനുവൽ ആയതുകൊണ്ട് വില കുറവാണ് ഇറങ്ങിയപ്പോഴും അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പം എന്തായാലും ഇത് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ഏകദേശം 11.20 അല്ലേ? അതെ അതെ. 11.20 നമുക്ക് 11.50. 11.50 അതെ. NOC പ്രൈസ്. പ്രൈസ്. ഓക്കെ, ടാക്സിന് എക്സ്ട്രാ കണ്ടിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം അതെ അതെ. ഞാൻ കാണിച്ചു കൊടുക്കും. ഇപ്പോൾ ഈ വണ്ടി എടുക്കാൻ വരുന്നവർക്കൊക്കെ നിങ്ങൾ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്ത് കൊടുക്കുമോ? രജിസ്ട്രേഷൻ അവർക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം. അതിന്റെ പൈസ വെച്ചാൽ മതി. അത്രേ ഉള്ളൂ. അതിന് ചിലവാകുന്ന റേറ്റ് എത്ര പൈസ എത്ര വെച്ചാൽ അതിന് വേണ്ടി അത് ആരും നടത്തുന്ന ബുദ്ധിമുട്ടുണ്ടോ അല്ലേ? ഇല്ലല്ല, ഒക്കെ നമ്മൾ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം എന്തായാലും നല്ല അടിപൊളിയൊരു നമ്മൾ കേരളത്തിൽ എല്ലാ ഏജന്റുമാർക്കും ഇപ്പോൾ പരിചയമുണ്ട്, എല്ലായിടത്തേക്കും വണ്ടി കൊടുത്തേ കൊണ്ട്. അതെ അതെ അതെ, എവിടെ വേണമെങ്കിൽ നമുക്ക് പേപ്പർ ആയി കൊടുക്കാം. അതെ അതെ. NOC ഒന്നും ഒരു വിഷയം വരില്ലല്ലോ അല്ലേ? ഒരു പ്രശ്നമില്ല, ഒക്കെ നമ്മൾ അതുകൊണ്ടാണല്ലോ വീട്ടിൽ നിന്നുള്ള കച്ചവടം. അതാണ്. ഓക്കെ, അപ്പോൾ അടിപൊളി ഒരു ബെൻസും കൂടി കാണിച്ചു തരാം. ഇത് E250 ന്യൂ ഷേപ്പ് വണ്ടി അല്ലേ? അത് ന്യൂ ഷേപ്പ് ആണ്. 2013 ലാസ്റ്റ്. 13 ലാസ്റ്റ്. പുതിയ ഇൻഷൂർ, പുതിയ ടയർ. അതായത് ഇത് ഫേസ് ലിഫ്റ്റ് വന്ന ഫസ്റ്റ് വണ്ടി അല്ലേ? ഇത് നമ്പർ ആയ വണ്ടി കേട്ടോ. അതെ അല്ലേ? പേപ്പർ ആയി. അതെ, പേപ്പർ ആയിട്ട് ഒരു വർഷം 1.5 വർഷമായി തോന്നുന്നു. KL 11 ആണ്, ഫാൻസി നമ്പർ ആണ്. അതെ അതെ. പുതിയ ഇൻഷുറൻസ് ആണ്, പുതിയ ടയർ ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ബെൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു സാധനമാണ് E250 എന്ന് പറയുന്നത്. റേറ്റ് വളരെ കുറവാണ്, വലിയ വണ്ടിയാണ്. ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും വരും അല്ലേ? അതെ. അപാകതകൾ എന്തെങ്കിലും ഉണ്ടോ ഇതിന്? ഒന്നുമില്ല. ഇന്റീരിയറൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കോളൂ കേട്ടോ. ഫോട്ടോയും ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അയച്ചു തരും. പിന്നെ ഇതിപ്പോ മോഡൽ ഏതാ? ഇത് 2013 ലാസ്റ്റ് നവംബർ ഡിസംബർ വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഫ്രണ്ട് ഗ്ലാസ് മാറിക്കുന്നത് പുതിയ, അത്രേ ഉള്ളൂ. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നത്. സൺറൂഫ് ഉള്ള വണ്ടി, ബാക്കി എല്ലാ ഫീച്ചേഴ്സും വർക്ക് ചെയ്യുന്നതാണ്. ഓടിയത് 1.22, 22,000 കിലോമീറ്റർ സർവീസ്, ഫുള്ള് കമ്പനി സർവീസ്. ഫുള്ള് കമ്പനി സർവീസ്. ഇപ്പൊ ജസ്റ്റ് 2 മാസം മുമ്പ് സർവീസ് ചെയ്തിട്ടാണ്. അതെ. ഒരബാധ ഇല്ലല്ലോ അല്ലേ? ഒന്നുമില്ല. എന്താ വില വരുന്നത്? ഇത് നമുക്ക് 13,90 കൊടുക്കാം. 13,90 KL 11 രജിസ്ട്രേഷൻ. പേപ്പർ ആക്കി വണ്ടി 13,90 ഇതാ ന്യൂ ഷേപ്പ് E250 വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി, ഒരു അപാധയും പറയാനില്ലാത്ത കൃത്യമായ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? സർവീസുള്ള വണ്ടി, ഫുള്ള് സർവീസ്. നെഗോഷ്യബിൾ ആയി കൊടുക്കൂലേ? ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി ഒരു മുതൽ സാധനം കേട്ടോ. താറ് ചെയ്ത മോഡൽ? താറ് 2018 4x4 മാനുവൽ, 58,000 കിലോമീറ്റർ. 58,000 ഓടിയിട്ടുള്ളൂ. 58,000 കിലോമീറ്റർ. ഇപ്പൊ സർവീസ് കഴിഞ്ഞിട്ടാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഹാർഡ് ടോപ്പ് ചെയ്ത വണ്ടിയാണ്. 2.5 ലക്ഷം 2.25 ലക്ഷം എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്ത വണ്ടിയാണ്. അതെ, അതായത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു താറാണ്. അതും നിങ്ങൾക്ക് മാക്സിമം വില കുറച്ചെടുക്കാൻ പറ്റുന്ന 2018 വന്ന വണ്ടി. ഈ കിലോമീറ്റർ പക്കയല്ലേ? കറക്റ്റ് കിലോമീറ്റർ 58,000 കിലോമീറ്റർ. ഇപ്പൊ ജസ്റ്റ് സർവീസ് ആയിട്ട് ഒരു മാസമായിട്ടാണെന്ന് തോന്നുന്നു. ഇത് ഇന്റീരിയറൊക്കെ നോക്കിയാൽ നിങ്ങൾ ഏത് ലെവലിലാണ് പണിതിട്ടുള്ളതെന്ന് അറിയോ? പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ, സെൻട്രൽ ലോക്ക് ഉണ്ട്, പവർ വിൻഡോ ഉണ്ട്, അലോയ് വീൽ ഉണ്ട്. സ്റ്റീൽ വീലാണ്, പക്ഷേ വൈഡർ വീലാണ്. അതെ, ബ്ലാക്ക് അടിച്ച്. പിന്നെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 4 വീൽ മാനുവൽ, 4x4 മാനുവൽ. പിന്നെ ഇതിപ്പോ നിലവിൽ ഡൽഹി രജിസ്ട്രേഷൻ ആണ്. അതെ, ഇവിടെ സിംഗിൾ ഓണർ വണ്ടി. വിലക്ക് കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക് 7.20 കൊടുക്കാം NOC-ൽ. 7.20. അപ്പൊ നമുക്ക് പേപ്പർ ആക്കുമ്പോൾ ഒരു 10-60 നെറ്റ് നമുക്ക് 7 രൂപ കൊടുക്കാം. പ്രശ്നമില്ല, 7 ലക്ഷം രൂപ കൊടുക്കാം. ഒരു 60 മതി പേപ്പർ ആക്കാൻ. 60-ന്റെ അടുത്ത് ഏകദേശം വരും അല്ലേ? അപ്പോൾ 7-60 റേഞ്ചിൽ ഇത്രയും പണി എടുപ്പിച്ചിട്ടുള്ള വണ്ടി. ഇതിപ്പോ കേരള വണ്ടിയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 8-9 രൂപയ്ക്ക് ചോദിക്കൂലേ? 9 മോൾ ഇത്രയും പണി എടുപ്പിച്ച വണ്ടി 10 ലക്ഷം രൂപ വരെ ചോദിക്കും അല്ലേ? ഓക്കെ, കേരള വണ്ടി ആണെങ്കിൽ. അതെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു 7.5 ലക്ഷം രൂപ റേഞ്ചിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഡൽഹി രജിസ്ട്രേഷനിലുള്ള നല്ല അടിപൊളി താറ്, നല്ല വർക്ക് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. നല്ല മൈലേജ് ഉണ്ട്. 20ക്ക് ഒരു 15-16 എന്തായാലും കിട്ടും. 4 വീൽ ഓഫ് റോഡ് അടിക്കുമ്പോൾ അത്രയും കിട്ടും നല്ല പറയുന്നത് അല്ലേ? നോർമൽ 2 വീലിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ അത്രയും കിട്ടും. അടിപൊളി. ആർക്കെങ്കിലും വേണേൽ നോക്കിക്കോട്ടെ, അതൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോഴേ കിട്ടുള്ളൂ, മിസ് ചെയ്യണ്ട. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ TKC യൂസ്ഡ് കാർസിലെ ഈ ഒരു എപ്പിസോഡിലെ വാഹനങ്ങളൊക്കെ അടിപൊളിയല്ലേ? നിങ്ങൾക്ക് മാക്സിമം വിലയൊക്കെ കുറച്ചിട്ട് ഇപ്പോൾ പറഞ്ഞ റേറ്റുകളൊന്നും നോക്കണ്ട. നിങ്ങൾ പോകുമ്പോൾ നല്ലോണം നിങ്ങൾക്ക് വിലയൊക്കെ കുറച്ചിട്ട് നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ തരുന്നതാണ് ഏറ്റവും വലിയൊരു ഗുണം. ഒരുപാടധികം ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. നമ്പറും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ താഴെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെ ഒക്കെ ലിങ്കും വെച്ചിട്ടുണ്ട്. നിങ്ങൾ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ വണ്ടികളിലൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽ എൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ താറൊന്നും നിങ്ങൾ മിസ് ചെയ്യേണ്ട. ആർക്കെങ്കിലും വേണമെന്ന് കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് മൈൻഡ് അപ്പ് ആണ്. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇവരുടെ പുതിയ സ്റ്റോക്കുകൾ വരുന്ന സമയത്ത് ഇനി അടുത്ത അപ്ഡേഷനൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.